നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. ആൻറ്റോ ആൻ്റണി ആണോ അതോ സണ്ണി ജോസഫ് ആണോ അതോ ഇനിയിപ്പോൾ റോജി എം ജോൺ ആണോ ആരാകും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമായി നടക്കുന്ന ഒരു വാർത്താ പകലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും രസകരമായ കാര്യം, ഇതിലൊന്നും ക്രൈസ്തവരുടെ അല്ലാതെ മറ്റ് ആളുകളുടെ പേര് പറഞ്ഞ് കേൾക്കുന്നില്ല. ഇതിനോടകം തന്നെ പ്രേക്ഷകർ അറിഞ്ഞൊരു കാര്യമാണ്, KPCC അധ്യക്ഷനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് AICC ആലോചിക്കുന്നു. ഈ ആലോചനയിലെല്ലാം തന്നെ അവർക്ക് ഉള്ള പേരുകൾ, അവരുടെ പരിഗണനയിലുള്ള പേരുകളെല്ലാം ക്രൈസ്തവ പേരുകളാണ്. രസകരമെന്ന് പറയട്ടെ, ഇവിടെ എങ്ങും ക്രൈസ്തവനായ ബെന്നി ബെഹനാൻ്റെ പേര് കാര്യമായി പറഞ്ഞ് കേൾക്കുന്നുമില്ല. എന്തായാലും ഈ വിഷയത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ് ഇന്ന് ദ മിഡിൽ ഗ്രൗണ്ട് ചർച്ച ചെയ്യുന്നത്. ഇതിനോടകം തന്നെ ഈ K. സുധാകരൻ എനിക്ക് തോന്നുന്നു പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ അതിന് തൊട്ട് മുമ്പിരുന്നത് മുല്ലപ്പള്ളി ആയിരുന്നു തോന്നുന്നല്ലേ. മുല്ലപ്പള്ളി വളരെ സൗമ്യനായ ശാന്തനായ ഒരാളാണ്. അതിൽ നിന്ന് കുറച്ചുകൂടെ കുറച്ചുകൂടെ വളരെ പെട്ടെന്ന് കർക്കശ്യക്കാരനായ, അതെ കുറച്ചുകൂടെ ഒരു പവറുള്ള ഒരു നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ K. സുധാകരനെ കൊണ്ടുവരുന്നത്. കണ്ണൂർ കോൺഗ്രസിൽ അദ്ദേഹത്തോളം തലപ്പൊക്കമുള്ള നേതാക്കന്മാരില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ അദ്ദേഹം നേതൃത്വത്തിലേക്ക് വന്നു. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനമൊക്കെ അടിമുടി മാറി ഒരു കേഡർ പാർട്ടി പോലെയൊക്കെ ആക്കും. കാരണം അവർ നേരിടുന്നത് കേഡർ പാർട്ടിയായ CPM-നെയും അല്ലെങ്കിൽ CPI-യെയും പിന്നെ അതുപോലെ RSS പോലെയുള്ള സംഘടനകൾ നേതൃത്വം കൊടുക്കുന്ന BJP-യും ഒക്കെയാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മൊത്തത്തിലുള്ള സംഘടനാ സംവിധാനത്തെ, അവരുടെ പ്രവർത്തന രീതിയൊക്കെ ഈ സുധാകരൻ വരുമ്പോൾ അഴിച്ചു പണിയും ആ രീതിയിലൊക്കെ മാറും എന്ന് പറഞ്ഞാണ് സുധാകരനെ കൊണ്ടുവന്നത്. അങ്ങനെയുള്ളൊരു മാറ്റം ശരിക്കും മുല്ലപ്പള്ളി ഇരുന്ന സമയത്തും പിന്നെ 19-1 ഒരു പാർലമെൻറ്റിൽ ഒരു വലിയ വിജയം ഉണ്ടായിരുന്നു. സുധാകരനും അത് നിലനിർത്തുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ വളരെ അടുത്ത് തന്നെ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഇരിക്കുകയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, കഴിഞ്ഞ തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഏതാണ്ട് കോവിഡിൻ്റെയൊക്കെ ഒരു ക്ലേശകരമായ സാഹചര്യങ്ങളുള്ളപ്പോഴായിരുന്നു നടന്നിരുന്നത്. അന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ താഴേക്കിടയിലൊക്കെ CPM LDF വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ നിയമസഭയിലും ജയിച്ചു കയറും എന്നൊക്കെ ആളുകൾ പെട്ടെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നതല്ലേ പ്രാദേശികമായ ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. ആളുകളോടൊക്കെ വ്യക്തിപരമായ ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടെ വോട്ട് ചെയ്യുന്നൊരു സംവിധാനം നിലനിൽക്കുന്നുണ്ടല്ലോ. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി CPM പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നല്ല നേട്ടമുണ്ടാക്കി. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭരണ തുടർച്ച കൂടിയൊക്കെ നേടി ഇങ്ങനെ CPM മുമ്പോട്ട് പോവുകയാണ്, LDF മുമ്പോട്ട് പോവുകയാണ്. എന്തായാലും ആ ഒരു കാലഘട്ടത്തിലാണ് വീണ്ടും ഈ സുധാകരൻ പ്രസിഡൻ്റ് ആകുന്നതും അതിനുശേഷം പല കാര്യങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. VPRന് എന്ത് തോന്നുന്നു, എന്തുകൊണ്ടാണ് ഈ ആൻറ്റോ ആൻ്റണിയുടെയും റോജി എം ജോണിൻ്റെയും പിന്നെ സണ്ണി ജോസഫിൻ്റെയും ഒക്കെ പേര് പറഞ്ഞു കേൾക്കുമ്പോൾ ഈ ബെന്നി ബെഹനാൻ്റെ ഒന്നും പേരെന്തുകൊണ്ടാണ് പറഞ്ഞു കേൾക്കാത്തത്? ബെന്നി ബെഹനാനൊക്കെ ശരിക്കും മുതിർന്ന ആളുകളല്ലേ. അതുമാത്രമല്ല KPCC അധ്യക്ഷനാകാനുള്ള ഈ ടേമിലെ യോഗ്യത ഈ ക്രൈസ്തവർക്ക് മാത്രമായി ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് പലരും പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. MM ഹസനൊക്കെ ആയിക്കൂടെ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമൊക്കെ ആയിക്കൂടെ KPCC പ്രസിഡൻറ്റ്? അല്ല, ഇത് ആരാണിത് കണ്ടുപിടിച്ചിരിക്കുന്നത്? ഈ തവണ ക്രൈസ്തവരായ ഒരാളായിരിക്കണം KPCC പ്രസിഡന്റ് ആവേണ്ടത് എന്ന് ആരുടെ കണ്ടുപിടുത്തമാണ്? കാരണം ഇവിടെ കനകോലു അടക്കമുള്ള ആളുകൾ പല സർവേകളും കോൺഗ്രസിന് വേണ്ടി നടത്തുന്നതായി കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ല സർവേയിലൂടെയുമാണോ ഇങ്ങനെയൊരു ആശയത്തിലേക്ക് എത്തിയത് എന്ന് നമുക്കറിയില്ല. എന്തായാലും KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിൽ പുനഃസംഘടന നടക്കുന്നത് അത് ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ടാണ് വരുന്നത്. അത് വാർത്തകളിൽ അങ്ങ് നിറഞ്ഞു നിൽക്കും ആ കാര്യങ്ങളെല്ലാം തന്നെ. അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, കോൺഗ്രസിൻ്റെ ഭരണഘടന പ്രകാരം കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ KPCC പ്രസിഡന്റിൻ്റെ ഒക്കെ കാലാവധികൾ കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണോ PCC പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കാലാവധി എന്നൊക്കെ നമ്മളൊന്ന് നോക്കിയാൽ മതി. 2000-ന് ശേഷമുള്ള പ്രസിഡന്റുമാരുടെ കാര്യമെങ്കിലും നമുക്കെടുത്ത് പരിശോധിക്കാവുന്നതാണ്. തെന്നല ബാലകൃഷ്ണപിള്ള 100 സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തുന്ന സമയത്ത് KPCCയുടെ പ്രസിഡൻ്റായി കോൺഗ്രസിനെ നയിച്ച പ്രസിഡൻ്റായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തെ ആ വിജയത്തിന് ശേഷം അദ്ദേഹത്തെ
പുറത്താക്കുകയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ആ സമയത്ത് തെന്നലയുടെ ഭാഗത്ത് നിന്ന്, തെന്നലയായതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധമോ പ്രതികരണമോ ഒന്നും ഉണ്ടായില്ല, ഒരു ഒച്ചപ്പാടും ഉണ്ടാവാതെ പോയി. കെ മുരളീധരൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മറ്റു പല മോഹങ്ങളുമായാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഇറങ്ങിയത്. അതും വാർത്തകളിൽ ഇടം പിടിച്ച കാര്യമാണ്. ടിറ്റോ സൂചിപ്പിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റുകൾ നേടി കോൺഗ്രസിനെ വൻ വിജയത്തിലെത്തിച്ച KPCC പ്രസിഡൻ്റായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹത്തിനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മുല്ലപ്പള്ളിക്ക് ആരും കൊടുത്തില്ല എന്ന് മുല്ലപ്പള്ളി തന്നെ പരാതി പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്തേക്ക് പോയപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മുല്ലപ്പള്ളിയിൽ ചാർത്തി മുല്ലപ്പള്ളിക്ക് പടിയിറങ്ങേണ്ടി വരികയാണ് ചെയ്തത്. അതിൻ്റെ പരിഭവം ഇപ്പോഴും തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു മുല്ലപ്പള്ളിക്ക്. പിന്നീട് കോൺഗ്രസിൻ്റെ വേദികളിൽ, അത് കോഴിക്കോടോ വടകരയോ ഉള്ള വേദികളിലല്ലാതെ മറ്റൊരിടത്തും മുല്ലപ്പള്ളി രാമചന്ദ്രനെ കണ്ടിട്ടില്ല. അങ്ങനെ താൽക്കാലിക പ്രസിഡൻ്റായിട്ടാണ് MM ഹസൻ വന്നത്. 1.5 വർഷക്കാലം, ഞാൻ താൽക്കാലിക പ്രസിഡൻ്റൊന്നുമല്ല എന്ന് അദ്ദേഹം തന്നെ പറയുമായിരുന്നെങ്കിലും 1.5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും പടിയിറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇതിലൊരു അപവാദം ഉണ്ടായത് 9 വർഷത്തോളം കാലം പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം പിന്നീട് ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് ഒരു സ്ഥാനക്കയറ്റമാണ് അദ്ദേഹത്തിനുണ്ടായത്. മുല്ലപ്പള്ളിക്ക് ശേഷമാണ് കെ സുധാകരൻ വന്നത്. അദ്ദേഹം സംഘടനയിൽ അടിമുടി അഴിച്ചുപണി എന്നൊക്കെ രീതിയിലായിരുന്നു. ഏവരും രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുന്ന ഏവരും അങ്ങനെയൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. കാരണം ആ തരത്തിലുള്ളൊരു കാർക്കശ്യക്കാരനായ നേതാവ് തന്നെയായിരുന്നു കെ സുധാകരൻ. പക്ഷേ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വിമർശകർ തന്നെ പറയുന്നുണ്ട് പുതിയ കാലത്തിന് യോജിച്ച നിലപാടുകളല്ല അദ്ദേഹത്തിൻ്റേത് എന്ന്. അദ്ദേഹത്തിൻ്റെ തന്നെ പല വാക്കുകളിലൂടെയും അത്തരം വിമർശനങ്ങളൊക്കെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സെമി കേഡർ ആക്കും പാർട്ടിയെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ 7 അയലത്ത് പോലും എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ കോൺഗ്രസ് KPCCയുടെ പ്രസിഡന്റുമാർക്ക് ഒരു കാലാവധിയുണ്ടോ? കുറച്ചു കാലം കഴിയുമ്പോൾ ഇവരെ പ്രസിഡന്റ് മാറണം, അല്ലെങ്കിൽ പുനഃസംഘടന വേണമെന്നുള്ള ഒച്ചപ്പാടുകൾ പല കോണുകളിൽ നിന്നായി ഉണ്ടാവും. ആ സമയത്താണ് ഈ KPCC പ്രസിഡന്റിനെയൊക്കെ മാറ്റുന്നത്. ഒന്നുകിൽ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുന്നിലൊരു തെരഞ്ഞെടുപ്പുണ്ട് എങ്കിൽ പുതിയ പ്രസിഡന്റിനെ മാറ്റിയേക്കാം. ആ തരത്തിലുള്ളൊരു ചർച്ചകളാണ് ഇപ്പോൾ നടക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ കൃത്യമായൊരു കാലഗണനയോ അങ്ങനെയുള്ള ഒരു ചിട്ടയായ സംവിധാനമോ ഒന്നും തന്നെ കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ സംഘടനയിൽ ഉള്ളതും. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ അത് പാർട്ടിക്ക് എത്രത്തോളം ദോഷകരമാണ് എന്ന് പാർട്ടി നേതാക്കൾ തന്നെ ചിന്തിച്ചാൽ അത് അവർക്ക് നല്ലതായിരിക്കും. അതെ, അതുമാത്രമല്ല, നേരത്തെ VPR സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തല KPCCയുടെ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് വന്നത്. എനിക്ക് തോന്നുന്നു അന്ന് NSS ജനറൽ സെക്രട്ടറി ആയിരുന്നു സുകുമാരൻ നായരല്ലേ, താക്കോൽ സ്ഥാനത്തിലേക്ക് നായന്മാർ വരണം എന്നുള്ള തരത്തിലുള്ളൊരു പരാമർശം നടത്തുകയും ഒരു രാത്രി അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെയാണ് ശരിക്കും ഈ കോൺഗ്രസ്സുകാർ CPMനെ കണ്ടുപഠിക്കേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ മന്ത്രിയായിരുന്ന ഗോവിന്ദ മാഷ് വളരെ പെട്ടെന്ന് തന്നെ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടാണ് CPMൻ്റെ പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടിയെയാണ് ഇപ്പോഴും കോൺഗ്രസ് പറയുന്നത് CPM ആണ് അവരുടെ മുഖ്യ എതിരാളി കേരളത്തിൽ എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയുള്ളൊരു പാർട്ടിയോടാണ് അവർ ഏറ്റുമുട്ടുന്നത്. ഇപ്പോഴേതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചർച്ചകളില്ല. പക്ഷേ വളരെ പെട്ടെന്ന് നേതൃമാറ്റം വേണമെന്ന് പറയുന്നു. അതുമാത്രമല്ല, ആ നേതൃമാറ്റത്തിൽ ഒരു ക്രൈസ്തവനായ ആൾ തന്നെ വരണമെന്ന് ഇവർ ആരൊക്കെയോ ശാഠ്യം പിടിക്കുന്നു. അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ വലിയ ആളുകളൊക്കെ പറയുന്നത് എന്താണ് എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കണമെന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം വരാനിരിക്കുന്നത് അംഗനവാടി തിരഞ്ഞെടുപ്പല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ രസകരമായി, പ്രത്യേകിച്ച് ഞാൻ ഈ ആൻ്റണി MP ആയിരിക്കുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയാണ് ഞാൻ. അപ്പോൾ ഈ പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ ആൻ്റണിയെ നമ്മുടെ നാട്ടിലും കോട്ടയത്തും ഒക്കെ അല്ലാതെ അങ്ങ് ദൂരേക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരാളാണോ ആൻ്റണി എന്ന് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ മുരളീധരൻ ആൻ്റണിയുടെയും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറ്റു പലരുടെയും പേരുകൾ അതിനകത്ത് പറയുന്നുണ്ട് എങ്കിൽ കൂടിയും അതിനകത്ത് പറയുന്ന രസകരമായൊരു കാര്യമുണ്ട്. ഫോട്ടോ കണ്ടാൽ 4 ആൾ തിരിച്ചറിയുന്ന ആളെ വേണം KPCCയുടെ പ്രസിഡന്റ് അധ്യക്ഷനാക്കാൻ എന്നുള്ള ഒരു പറച്ചിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു
ആൻ്റോ ആൻ്റണിക്ക് ഈ മോഹം കുറച്ച് നാളായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ വസതിയിൽ നിരവധി മത മേലധ്യക്ഷന്മാരും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അങ്ങനെ നേതാക്കന്മാരൊക്കെ, കോൺഗ്രസിൻ്റെ എല്ലാ മുതിർന്ന നേതാക്കന്മാരൊക്കെ പങ്കെടുത്ത ഒരു വിരുന്ന് അദ്ദേഹം ഡൽഹിയിൽ സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയൊക്കെ അതിൻ്റെ ചിത്രമൊക്കെ വന്നിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കഴിഞ്ഞ ക്രിസ്മസിൽ അന്ന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ നമ്മൾ ഇത്തരം ചിത്രങ്ങൾ കണ്ടത് ഒന്ന് ജോർജ് കുര്യൻ, നമ്മുടെ കേന്ദ്രമന്ത്രി കൂടിയായിരിക്കുന്ന ജോർജ് കുര്യൻ്റെ വീട്ടിൽ സംഘടിപ്പിച്ച ഒരു ക്രിസ്മസിൻ്റെ വിരുന്നിൻ്റെ ചിത്രവും നമ്മൾ പെട്ടെന്ന് ഒരുപക്ഷെ മലയാളികൾ മറന്നുപോയി കാണില്ല. പക്ഷേ അതിൽ സ്വാഭാവികമായിട്ടും BJPയുടെ നേതാക്കന്മാരും അങ്ങനത്തെയൊക്കെ ആളുകളാണ് വന്നിട്ടുള്ളത്, കൂടുതലും വന്നിട്ടുള്ളത്. മതമേലധ്യക്ഷന്മാരും വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് പറയുന്നത് കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഒരു ക്രൈസ്തവനാകണം? അതിലുപരി ഇതിൽ രസകരമായ സാധനം, അദ്ദേഹം ഒരു കത്തോലിക്കനാകണം എന്നും ആരോ പറയുന്ന പോലെയാണ്. സഭയ്ക്ക് ഇതിലൊക്കെ താല്പര്യമുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും സഭയുടെ മുഖപത്രമായ ദീപിക ഇന്ന് ഈ വിഷയത്തിൽ ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ആ എഡിറ്റോറിയലിൻ്റെ ഹെഡ്ലൈൻ തന്നെ വളരെ വളരെ ശ്രദ്ധേയമാണ്. അധ്യക്ഷൻ്റെ മതമല്ല, മതേതരത്വമാണ് മുഖ്യം എന്നാണ് ആ എഡിറ്റോറിയലിൻ്റെ ഹെഡ്ലൈനിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഈ എഡിറ്റോറിയൽ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അതിൽ കൃത്യമായി അവർ സൂചിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ അപജയങ്ങളെക്കുറിച്ച്, കോൺഗ്രസ് തോൽക്കുമ്പോൾ ആരാണ് തോൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ അവർ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അതിലെ ഒരു വാക്യം ഞാൻ വായിക്കാം. അധ്യക്ഷൻ്റെ മതമല്ല, പാർട്ടിയുടെ മതേതരത്വമാണ് പ്രധാനം. മുഖ്യമന്ത്രിയുടെ പാർട്ടി മേധാവിത്വമല്ല, ഭരണഘടനാ വിധേയത്വമാണ് പ്രധാനം. രണ്ടാമത്തെ വാക്യത്തിൽ ദീപികയുടെ എഡിറ്റോറിയൽ എഴുതിയ ആൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നങ്ങോട്ട് വ്യക്തമാകുന്നില്ല. അത് ഒരു പക്ഷേ കോൺഗ്രസ് ഇനി ഭരണത്തിൽ വരുമ്പോൾ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പാർട്ടി മേധാവിത്വമല്ല, ഭരണഘടനാ വിധേയത്വമാണ് പ്രധാനം എന്നുള്ളതാണോ, അതോ നിലവിലെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനിട്ടുള്ള ഒരു ഒളിയമ്പാണോ ആ സെൻറ്റൻസ് എന്നുള്ള കാര്യത്തിൽ അവർ തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും അത് അവർ വരുത്തിയിട്ടില്ല. സ്വാഭാവികമായും എഡിറ്റോറിയലൊക്കെ എഴുതുമ്പോൾ അങ്ങനത്തെ ചില പ്രയോഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നടന്നു വരുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഒന്ന് തന്നെയാണല്ലോ. എന്തായാലും ഈ ദീപാദാസ് മുൻഷിയുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും ഇങ്ങനെ വരുന്നുണ്ട്. കാരണം അവർക്കാണല്ലോ ഈ കേരളത്തിലെ ഇതിൻ്റെ ചുമതലയുള്ളത്. അപ്പോൾ അവർ നടത്തിയ ചില പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ AICCക്ക് കൊടുത്ത റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരനെ മാറ്റുന്നതെന്നുള്ളതാണ്. എന്തായാലും ഈ മാറ്റത്തിന് പിന്നിൽ രസകരമായ സംഗതി എന്ന് പറയട്ടെ, ഈ മുനമ്പം പ്രശ്നമടക്കം പല കാര്യങ്ങളും ചർച്ച ആയി വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം ഈ മുനമ്പം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാടിനോട് യോജിക്കാത്ത പലരുമുണ്ട്. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി BJP തയ്യാറാണ് താനും. അവരെ ആ രീതിയിൽ BJP അവരോട് അടുക്കുന്നതിന് വേണ്ടി BJP എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അതായത് ക്രൈസ്തവരിൽ നിന്നും അകന്ന് നിൽക്കുന്ന കോൺഗ്രസിനെ ക്രൈസ്തവ സഭകളിലേക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഒരു പോംവഴി എന്ന് പറയുന്നത്, KPCC അധ്യക്ഷനായി ഒരു ക്രൈസ്തവനെ കൊണ്ടുവരാവുന്നതാണ്. അവിടെയാണ് കത്തോലിക്ക സഭയുടെ മുഖപത്രം പറയുന്നത് മതമല്ല മതേതരത്വമാണ് പ്രധാനമെന്ന്. എല്ലാ കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ആരോ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കത്തോലിക്കർക്കോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്കോ കാര്യമൊന്നുമില്ല. കാരണം തിരഞ്ഞെടുക്കാൻ പോകുന്നത് മാർപ്പാപ്പയൊന്നും അല്ലല്ലോ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ അല്ലേ. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കത്തോലിക്കർക്ക് അഭിപ്രായം പറയാം, അവരാണ് അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള കാര്യം സംശയമില്ല. ഇവരെ ഏതാണ്ട് തീരുമാനിച്ച് വെച്ചതുപോലെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. KPCC അധ്യക്ഷനായിട്ട് ഒരു ക്രൈസ്തവൻ അടുത്ത തവണ ഭരണം കേരളത്തിൽ ലഭിക്കുമ്പോൾ മുഖ്യമന്ത്രിയായി നായർ വിഭാഗത്തിലുള്ള ആളല്ല, താക്കോൽ സ്ഥാനം നായന്മാർക്ക്, അങ്ങനെ റവന്യൂ വകുപ്പ് ഇന്ന ആൾക്ക്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ഈ ആൻ്റോ ആൻ്റണിയുമായി ബന്ധപ്പെട്ട പേരിങ്ങനെ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ കോന്നിയിൽ ആരാണ് മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ഒരു ഇഴവ കാൻഡിഡേറ്റ് ആയിരിക്കും, റാന്നിയിൽ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആയിരിക്കും, ആറന്മുളയിൽ ഒരു നായർ കാൻഡിഡേറ്റ് ആയിരിക്കും, അടൂർ ഒരു സംവരണ മണ്ഡലമാണ്, അവിടെ ആ വിഭാഗത്തിൽപ്പെട്ടൊരു കാൻഡിഡേറ്റ് ആയിരിക്കും, തിരുവല്ലയിൽ ഒരു മർത്തോമാക്കാരനായിരിക്കും, ക്രൈസ്തവരിൽ തന്നെ ഇന്ന വിഭാഗത്തിൽ നിന്നുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓർത്തഡോക്സുകാരനായിരിക്കും എന്നൊക്കെ കൃത്യമായി ഇവരിങ്ങനെ എഴുതി വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഈ
ഇവർ ചെയ്യുന്നത്. അത് ഈ കാര്യം പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യവും കൂടി ഓർമ്മ വരുന്നു. ഈ JS അടൂർ എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഫേസ്ബുക്കിലൊക്കെ സ്ഥിരമായി പോസ്റ്റൊക്കെ എഴുതുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവൊക്കെ ആയ JS അടൂർ, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഈ കോൺഗ്രസ്സിനുള്ളിലെ ഈ ആളുകൾ അവരുടെ ജാതിയൊക്കെ ചോദിച്ച്, അതായത് JS അടൂർ, എൻ്റെ പെട്ടെന്നുള്ള ഓർമ്മയിൽ കൃത്യമാണോ എന്ന് എനിക്കറിയില്ല, തെറ്റിപ്പോവുകയാണെങ്കിൽ അദ്ദേഹം തന്നെ ക്ഷമിക്കട്ടെ, ജോൺ സെബാസ്റ്റ്യൻ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്, JS അടൂർ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കോൺഗ്രസ്സിൽ എവിടെ പോയാലും നിങ്ങൾ ഏത് സഭയുടെ ആളാണ് എന്ന് ചോദിക്കുമെന്ന്. അതായത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ കോൺഗ്രസ് വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ ഏത് മതമാണ്, ആ മതത്തിൽ ഇപ്പോൾ ക്രൈസ്തവനാണെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിലെ തന്നെ ഏത് സഭയിലെ അംഗമാണ്, അപ്പോൾ ആ അംഗം ആ സഭയിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ടോ, അങ്ങനെ കുറച്ച് വോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയാണ് പലപ്പോഴും കോൺഗ്രസ്സിൽ സ്ഥാനങ്ങൾ കൊടുക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പിൽ, ഒരു പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു പബ്ലിക്കായിട്ടുള്ളൊരു ഫേസ്ബുക്കിലിട്ട് അദ്ദേഹം ഇട്ടൊരു പോസ്റ്റാണ്. അദ്ദേഹം ആ കാര്യങ്ങളിങ്ങനെ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ജാതി എന്താണ്, എൻ്റെ മതം എന്താണെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ആ പോസ്റ്റിൽ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ശരിക്കും കേരളത്തിലുള്ള DCC പ്രസിഡൻറ്റുമാരെ പോലും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ചില വീതം വെപ്പുകൾ നടത്തിയാണ് കോൺഗ്രസ് പലപ്പോഴും തീരുമാനിക്കുന്നത് എന്നതും സങ്കടകരമാണ്. അവിടെയാണ് ദീപിക പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാകുന്നത്. അധ്യക്ഷൻ്റെ മതമല്ല, മതേതരത്വമാണ് പ്രശ്നം, ഏറ്റവും വലിയ മതേതരത്വ പാർട്ടി എന്നൊക്കെ എപ്പോഴും നാഴിക്ക് 40 വട്ടവും പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ കാര്യത്തിൽ ആളുകളുടെ മതം ചെയ്യുന്നത്. തീർച്ചയായും ഇവിടെ സഭയുടെ നിലപാട് സഭാ മുഖപത്രത്തിലൂടെ തന്നെ വ്യക്തമായി കഴിഞ്ഞു. ഇനി അങ്ങനെ സഭയ്ക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നോ, അതുകൊണ്ടാണോ ഒരു ക്രൈസ്തവനായ ആളെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തേടുന്നത് എന്ന് നമുക്കറിയില്ല. സഭയുടെ നിലപാട് മുഖപത്രത്തിലൂടെ നമ്മൾ വായിച്ചതാണ്. മറിച്ച് പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ അടുത്ത വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ കൂടുതൽ നേട്ടമുണ്ടാക്കണമെങ്കിൽ ഒരു ക്രൈസ്തവനെ ഈ KPCCയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്ന് പാർട്ടിക്കൊരു തീരുമാനമുണ്ടോ എന്നും അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ അങ്ങാടിപ്പാട്ടാവുന്നു? ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണല്ലോ ചെയ്യുന്നത്. ആ തീരുമാനം വരുന്നതിന് മുമ്പ് ഇതെങ്ങനെ അങ്ങാടിപ്പാട്ടാവുന്നു? ഇത് മാധ്യമങ്ങൾക്ക് രാപ്പകലില്ലാതെ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് അവർ പരിശോധിക്കേണ്ടത്. കാരണം അത് എത്രത്തോളം ഡാമേജാണ് ഈ പാർട്ടിക്ക് ഉണ്ടാകുന്നത് എന്ന് ഇത്രയും മുതിർന്ന നേതാക്കന്മാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ എന്ന സംശയം തോന്നും. കാരണം അത് പരസ്യമായി ഉന്നയിച്ചത് ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം കൃത്യമായി ആ കാര്യം ഇന്നലെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ചില നേതാക്കൾ പറയുന്നത് ഇതെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്, മാധ്യമങ്ങളാണ് ഇങ്ങനെ ചില ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യം ഇത്തരത്തിൽ ഇട്ടലക്കാൻ മാധ്യമങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നും ആ പാർട്ടി നേതാക്കൾ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആരായിരിക്കണം, ഏത് ജാതിയിൽപ്പെട്ട ആളായിരിക്കണം, ഏത് മതത്തിൽപ്പെട്ട ആളായിരിക്കണം എന്ന കാര്യത്തിൽ എന്തെങ്കിലും ചർച്ച നടക്കുന്നുണ്ടോ? മാധ്യമങ്ങളിൽ അങ്ങനെ ചർച്ച വരുന്നുണ്ടോ? അത് അവരുടെ കൃത്യമായ സംഘടനാ സംവിധാനത്തിലൂടെ പടിപടിയായി സമ്മേളനങ്ങൾ നടത്തി അവർ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു മാധ്യമ ചർച്ചയ്ക്കും അവിടെ സ്ഥാനമില്ല. പക്ഷേ കോൺഗ്രസ്സിലെ നേതൃമാറ്റം ഇങ്ങനെ ഇത്രത്തോളം മോശമായ രീതിയിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് എന്തുകൊണ്ട് എന്ന് ആ പാർട്ടി പരിശോധിക്കേണ്ടതല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാര്യമല്ലേ ഇന്നലെ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ഒരു പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കണം എന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഒന്ന്, നിലവിലുള്ള അധ്യക്ഷൻ K. സുധാകരൻ്റെ അനാരോഗ്യകരമായ ചില സാഹചര്യങ്ങൾ, അദ്ദേഹത്തിന് പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത്രത്തോളം സജീവമായി ഇടപെടാൻ കഴിയുന്നില്ല എന്ന പാർട്ടിയിലെ തന്നെ നേതാക്കളുടെ വിലയിരുത്തലുകൾ നമ്മൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. ഇത് ഏറ്റവും നിർണായകമാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. കാരണം 9 വർഷമായി പ്രതിപക്ഷത്തിരിക്കുകയാണ് UDF. ഒരു വർഷം കൂടിയുണ്ട് ഈ സർക്കാരിൻ്റെ കാലാവധി. അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തിരിച്ചു പിടിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ നിലനിൽപ്പിനെ തന്നെ അത് സാരമായി ബാധിക്കുമെന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ആ സമയത്താണ് ഈ തരത്തിലുള്ള ഏറ്റവും അനാരോഗ്യകരമായ ചർച്ചകൾ നടക്കുന്നത്. കൃത്യമായി ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത് ചിട്ടയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ആ പാർട്ടിക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? കാരണം K. സുധാകരൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആർജവമുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് പലതും ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അലട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തെ മാറ്റുമ്പോൾ
അതിനേക്കാൾ മികച്ച ഒരാൾ അല്ലെങ്കിൽ അത്തരത്തിലെങ്കിലുമുള്ള ഒരാളെ വേണ്ടേ കണ്ടെത്താൻ എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ ചോദിക്കുന്നത്. കെ മുരളീധരൻ പറഞ്ഞത് നേരത്തെ ടിറ്റോ സൂചിപ്പിക്കുകയുണ്ടായി, ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളായിരിക്കണം KPCCയുടെ അധ്യക്ഷനായി വരേണ്ടത് എന്ന്. ഒരു മുതിർന്ന നേതാവ് മുൻ KPCCയുടെ അധ്യക്ഷനാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. അദ്ദേഹത്തിന് പോലും വിശ്വാസമില്ലാത്ത ഒരാളെ എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത് എന്നത് അതിശയകരമായ കാര്യം തന്നെയാണ്. അത് പ്രിയങ്ക ഗാന്ധിയുടെ നോമിനിയാണ് അല്ലെങ്കിൽ പ്രിയങ്കയുടെ ഭർത്താവിൻ്റെ നോമിനിയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും സജീവമാണ്. ഈ തരത്തിലേക്ക് 9 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ടും ഈ സമയത്തും ഈ തരത്തിലൊക്കെ കളിക്കാൻ എന്തുകൊണ്ട് ഈ പാർട്ടിക്ക് തോന്നുന്നു എന്നത് വളരെ കൗതുകകരമായ കാര്യം തന്നെയാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ നിശിതമായി എന്നാൽ വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ യുവതലമുറ, കോൺഗ്രസിലെ യുവതലമുറ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പാർട്ടിക്ക് തലവേദനയാകുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. നേരത്തെ പാർട്ടി നേതൃത്വത്തെ തിരുത്തിയവരായിരുന്നു യുവ നേതാക്കൾ. അവരാണ് പിന്നീട് അധികാരസ്ഥാനത്ത് എത്തിയതും കേരളത്തിലെ കോൺഗ്രസിൻ്റെ നെടുന്തൂണായി വളർന്നതുമെന്ന ചരിത്രം നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ യുവ നേതാക്കൾ കാണിക്കുന്ന ആ പക്വത പോലും ഈ മുതിർന്ന നേതാക്കൾ കാണിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നത്. രാഹുലിൻ്റെ ചില വാക്കുകൾ നമുക്ക് കേൾക്കാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാർട്ടിക്ക് അകത്ത് പറയേണ്ടുന്ന പല അഭിപ്രായങ്ങളും പുറത്ത് പറഞ്ഞ് പാർട്ടിയെ തിരുത്തിച്ച് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയ ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ മുൻനിര നേതൃത്വം മുഴുവൻ. പുതിയ കാലത്തെ ചെറുപ്പക്കാർ നിലയിൽ ഞങ്ങൾക്കാർക്കും അതറിയാൻ പാടില്ലാത്തത് കൊണ്ടോ അങ്ങനെ തിരുത്താൻ ഒന്നുമില്ലാത്തത് കൊണ്ടോ അല്ല മിണ്ടാതിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുന്നത്, പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മിണ്ടാതിരിക്കുന്നത്, ഞങ്ങൾ കൂടി മിണ്ടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാനുള്ള ആരോഗ്യം പാർട്ടിക്കില്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എതിരായിട്ട് ജനവികാരം അലയടിക്കുന്നൊരു കാലഘട്ടത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പൊതു ഇടത്തിൽ ചർച്ചയാകേണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു യുവ നേതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. യുവനേതാക്കൾ കാണിക്കുന്ന ഈ ഒരു ബോധം പോലും മുതിർന്ന നേതാക്കൾ കാണിക്കുന്നില്ല എന്ന വിമർശനം കോൺഗ്രസിൻ്റെ യുവനിര തന്നെയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 20 വർഷത്തെ ചരിത്രം എടുത്താൽ കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ച ഏത് രീതിയിലായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും. ഭരണം മാറി മാറി കിട്ടുന്നു എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കി എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ വളർച്ച, കെ സുധാകരൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് CUC എന്ന ആശയം കൊണ്ടുവന്നത്, കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി. എത്ര CUCകൾക്ക് ജീവനുണ്ട് എന്ന് ആ പാർട്ടി പരിശോധിക്കുന്നുണ്ടോ എന്നറിയില്ല. അതിന് മുകളിലുള്ള കമ്മിറ്റികളൊക്കെ തന്നെ എത്രത്തോളം സജീവമാണ് എന്നറിയില്ല. എത്ര DCCകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അവർക്ക് ധാരണയുണ്ടോ എന്നറിയില്ല. അസംഖ്യം നേതാക്കളെ ഇതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് പല പദവികളും കൊടുത്ത് അക്കമഡേറ്റ് ചെയ്യും. കാരണം പലരും പിണങ്ങുമില്ലെങ്കിൽ. അതുകൊണ്ട് സെക്രട്ടറിമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും എണ്ണം ഒക്കെ എത്രയും കൂട്ടാം അവർക്ക്. എല്ലാവരും ഒരു സമ്മേളനത്തിൽ വരുന്ന ഭൂരിഭാഗം ആളുകളും ഒന്നുകിൽ ജനറൽ സെക്രട്ടറിമാരായിരിക്കും അല്ലെങ്കിൽ സെക്രട്ടറിമാരായിരിക്കും. ആ രീതിയിലുള്ള ഒരു പെരുപ്പമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ സംഘടനാ തലത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ എന്ത് സ്വീകാര്യത ഉണ്ടാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്ന ഒരു ആത്മപരിശോധന ഉണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. പക്ഷേ കുറേ യുവ നേതാക്കൾ വളർന്നു വന്ന് ടെലിവിഷൻ ചർച്ചകളിലും അല്ലെങ്കിൽ പൊതു രംഗത്തുമെല്ലാം സ്വീകാര്യരായ പല യുവ നേതാക്കളെയും നമുക്ക് അതിൽ കാണാൻ കഴിയും. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആ ആശയത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരാളല്ലേ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന് അത്തരം നേതാക്കൾ തന്നെ ചോദിക്കുന്നുമുണ്ട്. അതിനെ, ആ ആശയത്തെ സ്വീകരിക്കാൻ തയ്യാറായ രീതിയിലാണോ പുതിയ KPCC അധ്യക്ഷനെ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നത്? ഉയർന്നു വരുന്ന പേരുകൾ ആ തരത്തിലുള്ളതാണോ എന്നതാണ് സംശയം. അതെ, എന്തായാലും ഈ ഉയർന്നു വരുന്ന പേരുകളിൽ സ്വല്പമെങ്കിലും അതിനോട് നീതി പുലർത്തുന്നത് എനിക്ക് തോന്നുന്നു റോജി എം ജോണിൻ്റെ പേര് മാത്രമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചൊന്നും നമുക്കിങ്ങനെ കൃത്യമായി അറിയുകയുമില്ല. എന്തായാലും
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിക്ക് എന്ത് ഡാമേജ് വന്നാലും പ്രശ്നമില്ല, നമ്മുടെ നേതാക്കന്മാരുടെ ഒരു ഇമേജ് മാത്രം നോക്കി വളരുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുകയാണ്. ഈ കോൺഗ്രസ്സുകാരാണ് ഇവിടുത്തെ BJPയോടും അതേപോലെ CPMനോടുമൊക്കെ നേരിടുന്നത്. സത്യത്തിൽ ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ CPM സർക്കാരിന്, ഇടതുപക്ഷ സർക്കാരിൽ അവർക്ക് താല്പര്യമില്ല, ശരി അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് മാറി ചിന്തിക്കാം എന്ന് കരുതുമ്പോൾ അവർ ഫസ്റ്റ് ഓപ്ഷനായി ചിന്തിക്കുന്നത് ഇനി മുതൽ കോൺഗ്രസ്സുകാരെ ആയിരിക്കുമോ അതോ BJPക്കാരെ ആയിരിക്കുമോ എന്നുള്ള ചിന്ത പോലും ഉയരുന്നുണ്ട്. ഒരു പക്ഷേ BJPയോട് ഏറെ നാളായി പ്രതിരോധം തീർത്തിരുന്ന, അല്ലെങ്കിൽ BJPയോട് വലിയ താല്പര്യമില്ലാതിരുന്ന പല മതവിഭാഗങ്ങളിലേക്കും പല സമുദായങ്ങളിലേക്കും പല വിഭാഗം ആളുകളിലേക്കും കൂടുതലായി കടന്ന് ചെല്ലുവാൻ, കടന്ന് കയറുവാനൊക്കെ തീർച്ചയായിട്ടും BJPക്ക് ഈ കുറച്ച് നാളുകളായി സാധിച്ചിട്ടുണ്ട്. ദീപിക പത്രത്തിൻ്റെ ഇന്നത്തെ എഡിറ്റോറിയലിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്നവർ തന്നെ കോൺഗ്രസ് ഇങ്ങനെ കടന്ന് ബഹളമുണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നവർ തന്നെ ഭരണത്തിൽ വരണമെന്നില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ഭരണ സംവിധാനങ്ങളിൽ ഉണ്ടാകണം, തെരഞ്ഞെടുപ്പുകളിലൂടെ ഭരണ സംവിധാനങ്ങളിൽ ഉണ്ടാകണമെന്നില്ല എന്ന CPMൻ്റെ ആ ലേഖനത്തിൽ, ദീപികയുടെ ആ മുഖപ്രസംഗത്തിൽ തന്നെ കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും വോട്ടൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, മുമ്പ് ഇത്തരം കാര്യങ്ങളൊന്നും കാര്യമായി അങ്ങനെ ബാധിച്ചിരുന്നില്ല, എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. ശരിക്കും പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. നമുക്ക് അങ്ങനത്തെ എത്രയോ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അങ്ങനെ ഏകപക്ഷീയമായി ജയിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക്, ഏതെങ്കിലും ഒരു മുന്നണിക്കൊക്കെ ഏകപക്ഷീയമായി ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞു വരികയാണ്. ത്രികോണ മത്സരം കൂടുകയും ചെയ്യുന്നൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണോ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് മതേതരത്വ പാർട്ടി? അത് വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ പ്രകാരം ഈ ആൻഡോ ആൻ്റണിയെയോ അല്ലെങ്കിൽ സണ്ണി ജോസഫിനെയോ ഒന്നും പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് അറിയുന്നത്. കാരണം കേരളത്തിൽ നിന്നും അനേകം കത്തുകളാണ് ഹൈക്കമാൻഡിലേക്ക് ചെന്നിരിക്കുന്നത് ഇവർക്ക് എതിരെയായിട്ട്. കാരണം ഇവർ ജനപ്രിയരല്ല, ജനകീയരല്ല, അല്ലെങ്കിൽ ആർജവമുള്ള പാർട്ടിയെ സംസ്ഥാനത്തുടനീളം നയിക്കാൻ കെൽപ്പുള്ള നേതാക്കളല്ല എന്ന രീതിയിൽ അത് ഹൈക്കമാൻഡിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരനും തന്നെ മാറ്റുന്നതിനെതിരെ പട നയിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ AK ആൻ്റണിയൊക്കെ പോയി കണ്ട് പിന്തുണ തേടിയിട്ടുണ്ട്. മറ്റ് നേതാക്കളുമായും ആശയവിനിമയം നടത്തുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നേതൃമാറ്റം ഇനിയും നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. വരും ദിവസങ്ങളിലും മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഇതൊരു നല്ല വിഷയം തന്നെയായിരിക്കും. എന്തായാലും ഇന്നത്തെ മിഡിൽ ഗ്രൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.